വാരണാസിയിലും ഹരിദ്വാറിലും നടന്നുവരുന്ന ഗംഗ ആരതി മാതൃകയിൽ ഗീതാ ജയന്തി ദിനമായ ബുധനാഴ്ച പമ്പ ആരതി സംഘടിപ്പിച്ചു. വഞ്ചിപ്പാട്ട്, വാദ്യാഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് ആറന്മുള സത്രക്കടവിൽ പ്രത്യേകമായി സജ്ജീകരിച്ച വേദിക്ക് സമീപം ഘോഷയാത്ര എത്തിയത്. തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിച്ചു. രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പരിപാവനമായ ഈ പമ്പാ നദിയുടെ ചരിത്രവും പ്രാധാന്യവും ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. പമ്പാ നദിയെ മലിനപ്പെടുത്തുകയോ നദിയുടെ സ്വച്ഛമായ ഒഴുക്കിന് തടസ്സമായി ഒന്നും പ്രവർത്തിക്കുകയോ ഇല്ലെന്നും, പമ്പാ നദിയെ പരിപാലിക്കുവാനും സമ്പുഷ്ടമാക്കുവാനും സംരക്ഷിക്കുവാനും ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കുമെന്നും ഭഗവാൻ തിരുവാറന്മുള പാർത്ഥസാരഥിയുടെ നാമധേയത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു. സത്യം സത്യം സത്യം. മാതാജി കൃഷ്ണാനന്ദ പൂർണിമമായി ഗീതാ സന്ദേശം നൽകി. നമ്മുടെ ഭാരതീയ സംസ്കാരം പഞ്ചഭൂതങ്ങളുടെ സമതുലിതാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയ്ക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് വളരെ വ്യക്തമായി നമ്മുടെ പല ഗ്രന്ഥങ്ങളിൽ കൂടിയും പഠിപ്പിച്ചിട്ടുണ്ട്. വായുദേവൻ, അഗ്നിദേവൻ, ഭൂമിദേവി, അങ്ങനെ ഓരോ ദേവതകളായിട്ട് അല്ലെങ്കിൽ ദേവന്മാരായിട്ടാണ് എല്ലാ ഭൂതങ്ങളെയും സങ്കല്പിച്ചിട്ടുള്ളത്. ജലം ദേവീ രൂപത്തിലാണ് അവിടെ പറയപ്പെടുന്നത്. ആധ്യാത്മികതയുടെ ഉത്തുംഗ ശൃംഗമായ ഹിമാലയത്തോളവും പവിത്രതയുടെയും പുണ്യത്തിൻ്റെയും ഏറ്റവും മൂർത്തിമത് രൂപമായ ശ്രീ ഗംഗാമാതാവിൻ്റെയും അത്രയ്ക്ക് പ്രായമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനുള്ളത്. ആ ആധ്യാത്മിക സംസ്കാരത്തിന്റെ നിറവ് കൊണ്ടാണ് ഭാരതം ലോകത്തിന്റെ മുൻപിൽ നിറദീപമായി വിലസുന്നത്. ചിന്മയ മിഷൻ കാര്യദർശി ആചാര്യ ഭവേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പമ്പ ആരതിക്ക് തുടക്കമായി. ചിന്മയ മിഷൻ യുവകേന്ദ്ര മുഖ്യ കാര്യദർശി ബ്രഹ്മാചാര്യ സുധീഷ് ചൈതന്യ, ബ്രഹ്മാചാര്യ നിഖിൽ, ബ്രഹ്മചാരിണി താരുണി ചൈതന്യ എന്നിവർ പങ്കെടുത്തു. പ്രത്യേകം രചിക്കപ്പെട്ട ആരതി മന്ത്രത്തോടൊപ്പം പമ്പയെ ആരാധിച്ച ശേഷം നടത്തിയ ദീപാരാധനയിൽ ഭക്തജനങ്ങൾ നദിക്ക് അഭിമുഖമായി 1008 ദീപങ്ങൾ തെളിയിച്ചു. പുണ്യനദിയായ പമ്പയെ പ്രണമിച്ച് ആറന്മുള പമ്പ ആരതി സംഘാടക സമിതി ഭാരവാഹികളായ അജയൻ നമ്പൂതിരി, KV സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പമ്പ ആരതിയിൽ ആറന്മുള പള്ളിയോട സേവാ സംഘം, അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് തുടങ്ങിയ ഹൈന്ദവ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. 9 മലയാളം ന്യൂസ്, ആറന്മുള.